അഭിലാഷ് ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി ഉന്നയിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അതൊരു ലൈംഗിക അതിക്രമമാണ്. രണ്ട്, അത്തരത്തിൽ ഒരു ലൈംഗികാതിക്രമവും ലൈംഗികാധിക്ഷേപവും നടത്തിയെന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന ഒരാളെ നീ ആരടാ എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ടെലിവിഷൻ ചർച്ചകളിൽ എല്ലാ ദിവസവും നമ്മൾ അവസരം കൊടുക്കുകയും ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സമാനമായ മാനസികമോ ശാരീരികമോ ആയി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെല്ലാം തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിയമമണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു, അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു. ഇതേ സെയിം കഥ തന്നെയാണ് ഇവർ അവിടെയും പറഞ്ഞത്. കൊള്ളാമെന്ന ചെറുപ്പക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവായിട്ട് ഇവരുടെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനലാണ്, ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാം നല്ല ആൾക്കാരാണ്, പീഡന വീരന്മാരേ ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരിലും MLA സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട്. എന്നെ കാട്ടി എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ് ചാടി നടന്ന കേസ്. പിന്നെ വൺവേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത്, അതൊന്നും കേസേ അല്ല. ഇവര് സിഗ്നൽ തെറ്റിക്കുന്ന നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല. ഞാനിത് പറയൂലായിരുന്നു. 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്ന, ഞാൻ മുണ്ടല്ല ഇട്ടിരുന്നത്, പാൻ്റാണ് ഇട്ടിരുന്നത്. എന്ത് പറ്റിയടാ? പറയുന്നില്ല സാറേ, എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും. അഭിലാഷേ, ഇവിടെ ഞാൻ വിളഞ്ഞു പഴുക്കണം എന്ന് പറഞ്ഞത് അൺപാർലമെന്ററിയാണ്, ഞാൻ പിൻവലിക്കണം എന്നാണ് ഷിജു ഖാന്റെ ഒരാവശ്യം. രണ്ടാമത്തേത് ഞാൻ പച്ചക്കള്ളി എന്ന് പറഞ്ഞത്, പെരുങ്കള്ളി എന്ന് പറഞ്ഞത് പിൻവലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം. അസാധ്യമാണ്, ഒരിക്കലും നടക്കില്ല, ജീവൻ ഉണ്ടെങ്കിൽ നടക്കില്ല. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.